കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, 2026 ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയ വീണ്ടെടുപ്പിനും ദൈവജനത്തിൻ്റെ വലിയ ഉണർവിനും വിശുദ്ധീകരണത്തിനുമായി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വചനകൂടാരത്തിൻ്റെ ഈ അൾത്താരയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കൃപ തന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതിന് പ്രത്യേകമായിട്ട് ജെറുസലേം ധ്യാന കേന്ദ്രത്തെയും നമുക്ക് ഏവർക്കും വലിയ അനുഗ്രഹമായി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പട്ടത്തച്ഛനെയും മറ്റെല്ലാ വന്യവൈദികരെയും സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം കർത്താവിൻ്റെ ജീവനുള്ള വചനം ധ്യാനിച്ച് കാലഘട്ടത്തിൻ്റെ അഭിഷേകത്താലും അതിസ്വാഭാവികമായ കൃപകളാലും നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബം, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ പ്രവർത്തന മേഖലകൾ നിറയപ്പെടുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങൾ, ഒരു നിമിഷം നിന്നുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-ാമത്തെ വചനം ഈ 2026 ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രവചന വചനമാണ്. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11-ാമത്തെ വചനം. നമുക്ക് ആ വചനം ഉച്ചത്തിൽ വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ, ശ്രദ്ധിക്കണമേ, അസാധാരണമായ പ്രവർത്തികള്, ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ്, ഒരു എക്സ്ട്രാ പവർ, ഒരു അസാധാരണമായ അഭിഷേകം, അതിസ്വാഭാവികമായ ദൈവപ്രവൃത്തി പൗലോസിന്റെ കരങ്ങൾ വഴി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ക്ലേശപൂർണമായ ഈ സമയങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, സഹനങ്ങളെ, നൊമ്പരങ്ങളെ, മുറിപ്പാടുകളെ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിജീവിച്ച് ഒരു അസാധാരണമായ അഭിഷേകത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയുവാൻ, നമ്മുടെ തലമുറകൾ നിറയപ്പെടുവാൻ, നമ്മുടെ സമൂഹം നിറയുവാൻ, നമ്മുടെ സഭ മുഴുവന്റെ മേലും ഈ അഭിഷേകം തീ പോലെ കത്തിപ്പടരുവാൻ ഈ 2026 ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനത്തിൽ ഒന്ന് ചേർന്ന് ഈ വചനത്തിന്റെ കൃപയാൽ നമ്മൾ മുദ്രിതരാകുവാൻ, ഈ അഭിഷേക പകർച്ചയാൽ നമ്മൾ പൂരിതരാകുവാൻ ഇരുകരങ്ങൾ ഉയർത്തി കർത്താവേ, ഒരു അസാധാരണമായ അഭിഷേകം, അതിസ്വാഭാവികമായ കൃപകൾ, അളവില്ലാത്ത അഭിഷേകം, more power, more anointing ഞങ്ങളിലേക്ക് പകരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരണമേ, തലമുറകളിലേക്ക് പകരണമേ, ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക്, എല്ലാ ശുശ്രൂഷകളിലേക്ക്, സഭ മുഴുവന്റെ മേൽ ആത്മാവേ പകരണമേ. കരമുയർത്തി വിളി, പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. അസാധാരണമായ പ്രവർത്തികൾ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങളിലേക്ക് റിലീസ് ചെയ്യണമേ. ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ ആമേൻ. ആത്മാവിൽ നിറഞ്ഞ ആനന്ദത്തോടെ ഓരാ ജീവനോടെ കരമടിച്ച് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. ഒരു പുതിയ അഭിഷേകം, പുതിയ കൃപ, അസാധാരണമായ കൃപകൾ നമ്മിലേക്ക് ഒഴുകട്ടെ. ആമേൻ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുള്ളല്ലോ, കരബലമതിലവൻ നടത്തിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. വാക്കുപറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന
ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. സൗഖ്യമാക്കുന്ന അഭിഷേകം, പാപകെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, തലമുറകൾ അനുഗ്രഹിക്കുന്ന അഭിഷേകം, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ശക്തിയോടെ എല്ലാവരും ഒന്നിച്ച് പോരാ, നന്നായി കരം അടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ പാടി ആരാധിക്കുക. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുണ്ടല്ലോ, കരമതിലവൻ നടത്തിയിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുള്ളപ്പോൾ കരതലമതിലവൻ വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാൻ ഈ പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി കുടുംബമായി കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനീര പോലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കണം. പരിശുദ്ധാത്മ പകർച്ചയാൽ ഈ ജനം നിറയട്ടെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് സ്തുതി എന്നും അവന്. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ല. അബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല തകർക്കാൻ പറ്റില്ല, ആർക്കും പിടിതുമാറ്റാൻ പറ്റില്ല. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. നടത്തിയ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിശോ. 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 ശക്തിയോടെ വിളിക്കുന്ന യേശുവേ, ഈശോയേ,
അഭിഷേകം അഭിഷേകം അഭിഷേകം. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈ വചന കൂടാരത്തിന്റെ ലക്ഷ്യം മറ്റൊറ്റം വരെ പരിശുദ്ധാത്മ സുഖപ്പെടുത്തുന്ന ശക്തി, അനുഗ്രഹിക്കുന്ന ശക്തി, അഭിഷേകം ചെയ്യുന്ന ശക്തി, വിമോചിപ്പിക്കുന്ന ശക്തി, വിശദീകരിക്കുന്ന ശക്തി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. തിരുസാന്നിധ്യത്തിനായി നന്ദി, പരിപാലനയ്ക്കായി നന്ദി കർത്താവേ, ഞങ്ങളുടെ നടത്തിപ്പിനായി നന്ദി. ഇതോളം നൽകിയ സകല നന്മകളെ ഓർത്ത് നന്ദി. നന്ദി ഈശോയെ. Thank you Jesus. Thank you Father. Thank you Holy Spirit. Jesus 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 Jesus. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. ഒരു പ്രതിസന്ധിയെയും ഒരു പ്രതികൂലത്തെയും നമ്മുടെ ഭാവിയെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും വിട്ടുമാറാത്ത രോഗങ്ങളെയും സാമ്പത്തിക പരാധീനതകളെയും അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങളെ ഓർത്ത് പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ഭയപ്പെടേണ്ട. നിന്നെ ഏത് സാഹചര്യത്തിലും കരുതുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുണ്ടല്ലോ. കരമതിലവൻ വഹിച്ചിടുമേ. വിശ്വസിക്കുന്ന കർത്താവ്, ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനം കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനം അയച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണം. പരിശുദ്ധമ്മേ, സഭയുടെ അമ്മേ, വചനത്തിന്റെ അമ്മേ, വിശ്വാസ പിതാവേ, സകല വിശുദ്ധരെ മലാക്കമാരെ, പ്രത്യേകമായി ഞങ്ങളെ ചാവറ പിതാവേ, വിശാൽഫോൻസേ, അടുത്തപ്പെട്ട കുഞ്ഞച്ച, വിശുദ്ധയായ മറിയം ത്രേസ്യാമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ഈ പുതുവർഷത്തിലെല്ലാം നന്മകളെ ഓർത്ത് നമ്മുടെ കർത്താവിന് തീപ്പൊരി കൈയടി കൊടുത്ത് തീപ്പൊരി കൈയടി. സകല പരിപാലനയ്ക്കായി, സ്നേഹത്തിനായി, നടത്തിപ്പിനായി. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, നന്ദി നന്ദി. താങ്ക് യു ജീസസ്. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഈ പുതുവർഷത്തിൻ്റെ ഈ ആരംഭ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം കർത്താവിനെ കൂടെ നിർത്തുക. കർത്താവിനെ നമ്മുടെ കൂടെ നിർത്തണം. നമ്മുടെ കുടുംബത്തോടൊപ്പം കർത്താവിനെ നിർത്തണം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നാം കർത്താവിനെ കൂടെ നിർത്തണം. കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ പലപ്പോഴും നമുക്കുണ്ടായ പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും അടിസ്ഥാന കാരണം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, മാർക്കോസിലെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, മാർക്കോസ് 16:20 ഇപ്രകാരം വചനം പഠിപ്പിക്കുകയാണ്. അവർ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ എല്ലായിടങ്ങളിലേക്കും ദേശങ്ങളിലേക്കും പോയി സുവിശേഷം പ്രസംഗിക്കുകയാണ്. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. കർത്താവ്
അവരോട് കൂടെ പ്രവർത്തിച്ചു. ശ്രദ്ധിക്കണമേ, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ നിന്ന് കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വർഷമായി 2026 മാറണം. നമ്മുടെ കുടുംബത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കർത്താവിന് പറ്റണം. നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ നിന്ന് കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റണം. കർത്താവ് കൂടെയുള്ളവരെ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ളവരെ ശക്തരാണ്. കർത്താവ് കൂടെയുള്ളവരെ അവർ ആത്മാവിൻ്റെ തീയുള്ളവരാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ളവരുടെ പ്രത്യേകം അതാണ് നമ്മൾ മനസ്സിലാക്കുക. കൂടെ കർത്താവ് ഉണ്ടാകണം. ആരില്ലെങ്കിലും കൂടെ കർത്താവിനെ നിർത്തണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് തരുന്നൊരു ശ്രേഷ്ഠമായ വാഗ്ദാനമാണ്. കാലത്തിൻ്റെ അവസാനം വരെ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് കൂടെയുള്ളവരുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഈ വർഷാരംഭത്തിൽ പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. കർത്താവ് കൂടെയുള്ളവരുടെ പ്രത്യേകതകൾ എന്താണ്? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ കൃപയിൽ നിറയാൻ, അഭിഷേകത്തിൽ നിറയാൻ, ദൈവാനുഗ്രഹത്തിലും ദൈവ സാന്നിധ്യത്തിലും നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ പൂരിതമാകുവാൻ നാം എപ്പോഴും നമ്മുടെ കൂടെ കർത്താവിനെ നിർത്തണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ കൃപയോടെ പറഞ്ഞ് എപ്പോഴും കൂടെ കർത്താവിനെ നിർത്തുക. കൂടെ കർത്താവിനെ നിർത്തണം. കൂടെ കർത്താവ് ഉണ്ടാകണം. ആരില്ലെങ്കിലും കർത്താവ് ഉണ്ടാകണം. കർത്താവില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. എത്ര പേർക്ക് തീരുമാനം എടുക്കാൻ പറ്റും? ഉറക്കെ പറ. കർത്താവില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. അതെത്ര സുഖങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അതെന്തുമാത്രം നേട്ടങ്ങളാണെങ്കിലും കർത്താവില്ലാത്ത, കർത്താവിൻ്റെ ആത്മാവില്ലാത്ത, കർത്താവിൻ്റെ വചനമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് യേശു മതി. എൻ്റെ കൂടെ കർത്താവ് ഉണ്ടാകണം. എൻ്റെ കുടുംബത്തോടൊപ്പം കർത്താവ് ഉണ്ടാകണം. എൻ്റെ മക്കളോടുകൂടെ യേശു ഉണ്ടാകണം, ഈശോ ഉണ്ടാവണം. എൻ്റെ തലമുറയോടൊപ്പം ആരുണ്ടാകണം? കർത്താവ് ഈശോ ഉണ്ടാവണം. ഈശോ ഇല്ലാത്ത, കർത്താവില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തോടെ നമ്മൾ ഈ വചനത്തിന് മുൻപിൽ ഇരിക്കണം. എൻ്റെ സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് കൂടെയുള്ളവരുടെ പ്രത്യേകത. കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ലഭിക്കുന്നത് അത്ഭുതകരമായ വളർച്ചയാണ്. ശ്രദ്ധിക്കണം. അഭിഷേകത്തിലുള്ള വളർച്ച, കൃപയിലുള്ള വളർച്ച, അനുഗ്രഹത്തിലുള്ള വളർച്ച, പ്രാർത്ഥനയിലുള്ള വളർച്ച, ദൈവവചനത്തിലുള്ള വളർച്ച, ഒരു അത്ഭുതകരമായ വളർച്ച കർത്താവ് കൂടെയുള്ളവർക്ക് ലഭിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവർ ആത്മീയ ശുഷ്കതയുള്ളവരല്ല. അവർ ആത്മീയ മുരടിപ്പുള്ളവരല്ല. കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും. ദൈവവചനത്തിൽ നമ്മൾ വളർച്ച പ്രാപിക്കും. കർത്താവിനുള്ള ബന്ധത്തിൽ നമുക്ക് വളർച്ചയുണ്ടാകും. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിറഞ്ഞൊഴുക്കുണ്ടാകും. സഹോദരങ്ങളെ, ഒരു ആത്മീയ വളർച്ചയിലേക്ക്, കൃപയിലുള്ള വളർച്ചയിലേക്ക്, പ്രാർത്ഥനയിലുള്ള വളർച്ചയിലേക്ക്, വചനത്തിലുള്ള വളർച്ചയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണമെങ്കിൽ നമ്മോട് കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2:47 എന്താണ് വചനം പറയുന്നത്? ആക്സ് 2:47. നിങ്ങളെ വചനം ശ്രദ്ധിച്ചിരിക്കണമേ. അതിൻ്റെ ആ സെക്കൻഡ് പാർട്ട് ഇവിടെ പറയാണ്, രക്ഷ പ്രാപിക്കുന്നവരെ
കർത്താവ് അവരുടെ ഗണത്തിൽ കർത്താവ് അവരുടെ കൂട്ടത്തിൽ, അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കണ്ടു, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. സഭ വളരുകയാണ്, സഭയ്ക്ക് വളർച്ചയുണ്ടാവുകയാണ്. എപ്പോഴാണ് സഭ വളരുന്നത്? കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ. കൊണ്ടു, നമ്മുടെ വ്യക്തി ജീവിതത്തിന് ആത്മീയ വളർച്ച വരുന്നത്, ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത് കർത്താവ് കൂടെ ഉണ്ടാകുമ്പോഴാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ കർത്താവ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവിൻ്റെ ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. സഭ വളരുകയാണ്, സഭയ്ക്ക് വളർച്ചയുണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 4:4. ആ വചനം എന്താ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോസ്തല പ്രവർത്തനം 4:4 വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. 3000-ൽ നിന്ന് ഉറക്കപ്പറ 3000-ൽ നിന്ന് 5000-ഓളമായി. 3000-ൽ നിന്ന് 5000-ഓളമായി. ഇത് വളർച്ചയാണോ തളർച്ചയാണോ? ഉച്ചത്തിൽ തളർച്ചയോ? ഉറക്കപ്പറ. ഇത് തളർച്ചയാണോ വളർച്ചയാണോ? ഇത് വളർച്ചയാ സഹോദരങ്ങൾ. എന്താ കാരണം? കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചു. നിന്റെ കുടുംബത്തോടൊപ്പം കർത്താവ് പ്രവർത്തിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് വളർച്ചയുണ്ടാകും. ആമേൻ. തകർച്ചകൾ ഉയർച്ചകളാകും. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിന്റെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകളിൽ കർത്താവിന്റെ കരം വെളിപ്പെടും. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവകൃപ വ്യാപരിക്കും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ നിറഞ്ഞൊഴുക്കുണ്ടാകും. അവിടെ ആത്മീയ വളർച്ചയുണ്ടാകും, കൃപയിലുള്ള വളർച്ചയുണ്ടാകും, അവിടെ സമാധാനത്തിന്റെ വളർച്ചയുണ്ടാകും. ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് കർത്താവ് കൂടെ ഉണ്ടാകുമ്പോഴാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പടുത്തിരിക്കുന്ന വ്യക്തി തൊട്ടുകൊണ്ട് പറഞ്ഞേ, കൂടെ എപ്പോഴും കർത്താവിനെ നിർത്തണം. പറഞ്ഞേ, കണ്ടു, കർത്താവില്ലാത്തൊരു കേസ് കെട്ടും പിടിക്കരുത്, കർത്താവില്ലാത്തൊരു സ്ഥലത്തേക്കും പോകരുത്, കർത്താവില്ലാത്തൊരു പ്രവൃത്തിയും ചെയ്യരുത്, കർത്താവില്ലാത്ത യാതൊന്നും നീ കാണരുത്, നീ പ്രവർത്തിക്കരുത്. ആരുമില്ലെങ്കിലും നീ പേടിക്കണ്ട, കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ട്. ആരുമില്ലെങ്കിലും നിന്റെ കൂടെ നീ കർത്താവിനെ നിർത്തണം. കൂടെ കർത്താവ് ഉണ്ടാകണം. കൂടെ പ്രസൻസ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിനാണ്, ആ സാന്നിധ്യത്തിലാണ് അനുഗ്രഹവും അഭിഷേകവും സൗഖ്യവും വിമോചനവും കൃപയെല്ലാം അടങ്ങിയിരിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരോട് കൂടെ പ്രവർത്തിച്ചു. കണ്ടു, അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായൊരു വളർച്ച നമുക്ക് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബങ്ങൾ വളരും, നമ്മുടെ തലമുറകൾ വളരും, നമ്മുടെ വ്യക്തി ജീവിതത്തിന് ആത്മീയ വളർച്ചയുണ്ടാകും, കൃപയിൽ വളർച്ചയുണ്ടാകും, പ്രാർത്ഥനാ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും, വചനത്തിൽ വളർച്ചയുണ്ടാകും. ദിനംതോറും അഭിഷേകത്തിൽ വളർന്നു വരുന്നത് കാണാൻ പറ്റും. ആർക്കാണെന്നറിയോ? കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരിൽ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസാധാരണമായ വഴികൾ നമുക്കായി തുറക്കപ്പെടൂ. അസാധാരണമായ വഴികൾ തുറക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2026 ഈ പുതുവർഷത്തിൻ്റെ ഈ ആരംഭ ദിനത്തിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്, ചില ജീവിതങ്ങളിൽ ചില പുതുവഴികൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. അടഞ്ഞ ചില വഴികളെ ആത്മാവ് തുറക്കുന്ന വർഷമാണ് 2026. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്,
ക്ലേശങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. പേടിക്കണ്ട. ഈ പ്രതിസന്ധികളുടെ, ഈ ക്ലേശങ്ങളുടെ, ഈ കഷ്ടതയുടെ മധ്യേ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന, യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ജീവിതങ്ങളിൽ ചില പുതുവഴികൾ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ ചില വഴികൾ ആത്മാവ് തുറക്കുന്നു. ആമേൻ, ആമേൻ. അസാധാരണമായ ചില വഴികൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം, അവിടെ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയാണ്. യെശയ്യാ പ്രവചനം അധ്യായം നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. 49-ാം അധ്യായം 11-ാം വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് എന്താണ് വചനം പഠിപ്പിക്കുന്നത്? മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. കണ്ടോ, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളാകുന്ന, പ്രതികൂലങ്ങളാകുന്ന, കൊടിയ തകർച്ചകളാകുന്ന വലിയ മലകളെ പരിശുദ്ധാത്മാവ് വഴികളാക്കി മാറ്റൂ. ഹല്ലേലൂയ. മലകളെ വഴികളാക്കുന്ന അഭിഷേകം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താ വചനം പഠിപ്പിക്കുന്നത്? ഞാൻ മലകളെ വഴിയാക്കി മാറ്റും. ഉറക്കെ പറ. ഞാൻ മലകളെ വഴിയാക്കി മാറ്റും. ഞാൻ മലയെ വഴിയാക്കി മാറ്റും. നിന്റെ മുൻപിലുള്ള മലകളെ വഴിയാക്കി മാറ്റും. നിന്റെ കുടുംബത്തിന്റെ മുൻപിലുള്ള ചില മലകളെ വഴിയാക്കി മാറ്റും. നിന്റെ ജീവിതത്തിന്റെ മുൻപിലുള്ള ചില കുന്നുകളെ വഴിയാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് വഴികളാക്കി മാറ്റുന്ന സമയം. വിശ്വസിച്ച് പറഞ്ഞേ. ആമേൻ. അടുത്ത് ഇടതു മത്സരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ഉറക്കെ വചനം പറയാ. മലകളെ വഴികളാക്കുന്ന അഭിഷേകം. പറഞ്ഞേ. മലകളെ വഴികളാക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പർവ്വതം പോലെ തലയുയർത്തി നിൽക്കുന്ന ചില പ്രതിസന്ധികള്, ചില തകർച്ചകള്, ചില കഷ്ടതകള്, ചില ക്ലേശങ്ങള്, ഇതിനെല്ലാം ആത്മാവ് കൃപയുടെ വഴികളാക്കി മാറ്റുകയാണ്. അഭിഷേകത്തിന്റെ വഴികളാക്കി മാറ്റുകയാണ്. വിശ്വസിക്കുന്നവർ ഇരുകരം ഉയർത്തി ഈ അഭിഷേകം ഏറ്റെടുത്ത് ഒന്നിച്ച് 3 പ്രാവശ്യം വിളിക്കുന്നു. യേശുവേ, ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. മലകൾ വഴികളാകുന്ന അഭിഷേകം. ആമേൻ. കുന്നുകൾ വഴികളാകുന്ന അഭിഷേകം. ആമേൻ. പർവ്വതങ്ങൾ വഴികളായി മാറുന്ന അഭിഷേകം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ. കൈയടിച്ച് ചോദിക്കുന്ന നന്ദി പറഞ്ഞേ. ഒരു കുന്നുകളെയും പേടിക്കേണ്ട, ഒരു മലയെയും. എന്തൊക്കെ മലകൾ നമ്മളെ ഭയപ്പെടുത്തുമാറ് ചില തകർച്ചകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും നിന്റെ ജീവിതത്തിന് മുൻപിൽ, നിന്റെ കുടുംബത്തിന് മുൻപിൽ ഉയർന്നു നിന്നാലും ആ മലകളെ, ആ കുന്നുകളെ എല്ലാം പരിശുദ്ധാത്മാവ് വഴികളാക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ. കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ മലകൾ വഴികളായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത കണ്ണുകളിലേക്ക് നോക്കി പറ, ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടേണ്ട, ഒരു ക്ലേശത്തെയും ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ടെങ്കിൽ മലകൾ വഴികളായി മാറും. പറഞ്ഞേ, മലകൾ വഴികളായി മാറും. ഉറക്കെ പറ. മലകൾ വഴികളായി മാറും. മലകൾ വഴികളായി മാറും. അതാണ് പൗലോസ് പറഞ്ഞത്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16:9 പൗലോസ് സഭയെ പഠിപ്പിച്ചു. എന്താണ് വചനം പറയുന്നത്? ഫലപ്രദമായ പ്രവർത്തനത്തിനായി ഒരു വലിയ വാതിൽ, ഒരു വിശാലമായ വാതിൽ എനിക്കായി പരിശുദ്ധാത്മാവ് തുറന്നു തന്നിട്ടുണ്ട്. കണ്ടു, ഒരു വലിയ വാതിൽ എനിക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കുന്നു. വിശാലമായൊരു വാതിൽ, വലിയ വാതിൽ എനിക്കായി തുറന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കണമേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ ചില വഴികൾ തുറന്നു തരണമേ. കൃപയുടെ വഴികൾ, അനുഗ്രഹത്തിൻ്റെ വഴികൾ, വിജയത്തിൻ്റെ വഴികൾ, അഭിഷേകത്തിൻ്റെ വഴികൾ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി തുറന്നു തരണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഈ വചന കൂടാരത്തിലുണ്ട്? അവർ മാത്രം ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു.
കർത്താവിന് വഴി തുറക്കണമേ, കർത്താവേ അങ്ങൊരു വഴി തുറക്കണമേ എന്ന് ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഇതാ നിന്റെ മുൻപിൽ ചില വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ വാതിൽ, വിശാലമായ വാതിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് തുറന്നിരിക്കുന്നു. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ പോരാ, ശക്തിയോടെ 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 കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കൃപയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതം വഴിമുട്ടി എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടോ? ഈ പുതുവർഷത്തിൽ പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മോട് പറയാനുള്ള സന്ദേശം എന്താ? കർത്താവേ, ഒരു വഴിമുട്ടിയ ജീവിതമാണല്ലോ എൻ്റേത്, എൻ്റെ കുടുംബം ഒരു വഴിമുട്ടിയ അവസ്ഥയിലാണല്ലോ. പലവിധ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, സാമ്പത്തിക തകർച്ചകൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കൊടിയ ദുരിതത്തിലും വലിയ ക്ലേശത്തിലുമാണല്ലോ എൻ്റെ കുടുംബം. ഞാൻ എന്തു ചെയ്യും കർത്താവേ എന്ന് ചിന്തിക്കുന്ന ദൈവമക്കള് ഈ വചനം കേൾക്കുന്നുണ്ടോ? ഓൺലൈനിലൂടെ ഇത് കാണുന്ന പതിനായിരങ്ങളുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളോടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്രകാരം തകർന്നിരിക്കുന്ന വ്യക്തിയാണോ നീ? വേദനിച്ചിരിക്കുന്ന വ്യക്തിയാണോ നീ? എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷ അറ്റുപോയ ഒരു ജീവിതമാണോ നിന്റെ ജീവിതം? ഇത് നിനക്കുള്ള കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന വചനമാണ്. ആമേൻ. തുറക്കപ്പെടാത്ത ചില വാതിലുകൾ നിനക്ക് വേണ്ടി വർഷത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നിങ്ങൾ അധികാരത്തോടെ, ആത്മാവിൻ്റെ അധികാരത്തോടെ നിങ്ങൾ പരസ്പരം ഒരു 4 പേരോട് പറഞ്ഞ്, തുറക്കപ്പെടാത്ത ചില വാതിലുകൾ ആത്മാവ് തുറക്കുന്നു. പറഞ്ഞ് 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 പരസ്പരം തുറക്കപ്പെടാത്ത ചില വാതിലുകൾ ആത്മാവ് തുറക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ, നിന്റെ കുടുംബത്തിന്റെ മുൻപിൽ, നിന്റെ തലമുറയുടെ മുൻപിൽ, നിന്റെ സമൂഹത്തിന്റെ മുൻപിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടി ആത്മാവ് തരികയാണ്. 2 കൊരിന്തോസ് 2:12 പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ഉണർവോടെ വചനം ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സുവിശേഷം, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എല്ലാവരും ഉച്ചത്തിലെ വചനം പറഞ്ഞ്, എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഒരു വാതിൽ തുറക്കപ്പെട്ടു. എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഒരു വാതിൽ തുറക്കപ്പെട്ടു. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ മുൻപിൽ, എൻ്റെ കുടുംബത്തിന്റെ മുൻപിൽ കൃപയുടെ ചില വാതിലുകൾ തുറക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ദൈവമക്കള് ഉച്ചത്തിൽ വചനം ഏറ്റുപറഞ്ഞ്, എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഈ വചനത്തിന്റെ അഭിഷേകം ഏറ്റെടുത്ത് കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടഞ്ഞ വഴികൾ തുറക്കുന്ന അഭിഷേകം, അടഞ്ഞുപോയ വാതിലുകളെ തുറക്കുന്ന അഭിഷേകം, നിരാശയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങളെ വിടുവിക്കുന്ന അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം ഈ ജനത്തിന്റെ മേൽ പകരണമേ, പകരണമേ, പകരണമേ. കർത്താവേ, കൂടെ നിന്ന് പ്രവർത്തിക്കണമേ. ആമേൻ. വിശ്വസിച്ച് സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. പുഞ്ചിരിച്ച് ആത്മനിറവിൽ ആമേൻ പറഞ്ഞേ. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് കൂടെയുള്ളവരുടെ മൂന്നാമത്തെ പ്രത്യേകത, അവർ ശക്തരാണ്. കർത്താവ് കൂടെയുള്ളവർ, ഉറക്കെ പറഞ്ഞേ, ആരാ കർത്താവ് കൂടെയുള്ളവര്? ഉറക്കെ, കർത്താവ് കൂടെയുള്ളവർ ശക്തർ. അവരെ ശക്തിപ്പെടുത്തുന്നത് അവിടെ മസിൽ പവർ അല്ല, ബ്രെയിൻ പവർ അല്ല, പൊളിറ്റിക്കൽ പവർ അല്ല, മണി പവർ അല്ല. കർത്താവ് കൂടെയുള്ളവരെ ശക്തിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം.
സംഖ്യയുടെ പുസ്തകം 23:22 അവതരണം നിങ്ങൾ ശ്രദ്ധിച്ച്. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യയുടെ പുസ്തകം 23:22 പരിശുദ്ധ വചനം പറയുന്നു. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റെതിന് തുല്യ ബലമാണ്. കാട്ടുപോത്തിൻ്റെത് തുല്യമായ ബലം അവർക്കുണ്ട്. കാട്ടുപോത്തിന്റെ ബലം അവർക്കുണ്ട്. ആർക്ക്? കർത്താവിന്റെ ജനത്തിന്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ളവർ കാട്ടുപോത്തിന്റെ ബലമുള്ളവരാണ്. ഉറക്കെ പറഞ്ഞ്, കർത്താവ് കൂടെയുള്ളവര് അവരിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നവരല്ല, അവരിങ്ങനെ വാടി തളർന്നിരിക്കുന്നവരല്ല. അവര് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനു മുൻപിൽ ഭയചകിതരല്ല, അതിനു മുൻപിൽ ആകുലചിത്തരല്ല, അതിനു മുൻപിൽ അവർ സംഭ്രമിക്കുന്നവരല്ല, ശക്തരാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവ് കൂടെയുള്ളവർ കാട്ടുപോത്തിന്റെ ഫലമുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇത് കാട്ടുപോത്തിന്റെ കരുത്തോടൊരു നല്ലൊരു കടി കൊടുക്ക്, കൈയടി കൊടുക്ക്. കർത്താവിന് കൊടുക്കുന്ന കൈയടി. അടുത്തിരിക്കുന്ന ആളെ തൊടാൻ പേടിക്കേണ്ട, തൊട്ടുകൊണ്ട് പറയാ, കാട്ടുപോത്തിന്റെ ബലമുള്ളവർ, കർത്താവ് കൂടെയുള്ളവര് കാട്ടുപോത്തിന്റെ ബലമുള്ളവർ. മനസ്സിലാവുന്നുണ്ടോ? കാട്ടുപോത്തിന്റെ ഫലമുള്ളവര്. ഹല്ലേലൂയ. നല്ലൊരു സ്ട്രോങ് ആയ കാട്ടുപോത്തിന് അരികിലേക്ക് സിംഹം പോലും വരില്ല. അത്രയും പവർഫുൾ അത്. സഹോദരങ്ങളെ, കർത്താവ് കൂടെയുള്ള കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ ദൈവശക്തിയുണ്ട്. ആ കുടുംബങ്ങളെ തകർക്കാൻ ഒരു മന്ത്രവാദത്തിനും ഒരു കൂടോത്രത്തിനും ഒരു ആഭിചാരത്തിനും ഒരു സാത്താന്യ ആരാധകർക്കോ ഈ ലോകത്തിൽ ഒരു ശക്തിക്കോ ഈ ലോകത്തിൽ ഒരു അന്ധകാര വ്യാപാരത്തിനോ ഇരുട്ടിന്റെ ശക്തികൾക്കോ പൈശാചിക പോരാട്ടങ്ങൾക്കോ സാധ്യമല്ല. ആ കുടുംബങ്ങളിൽ കർത്താവിന്റെ കരമുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കർത്താവ് കൂടെയുള്ള കുടുംബങ്ങൾ കാട്ടുപോത്തിന്റെ ഫലമുള്ള കുടുംബങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ള തലമുറ കാട്ടുപോത്തിന്റെ ഫലമുള്ളതാ. കർത്താവ് കൂടെയുള്ള സമൂഹങ്ങൾ കാട്ടുപോത്തിന്റെ ഫലമുള്ളതാ. സഹോദരങ്ങളെ, അവരെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്കും ഒരു വൈശാചിക ശക്തിക്കും ഒരു സെക്യുലർ ശക്തിക്കും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സംഖ്യ 23:21 കർത്താവ് പറയാണ്. സംഖ്യ 23:21 നിങ്ങൾ ശ്രദ്ധിക്കുക. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല. ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചത്. ആരാണ് ഇസ്രായേല്? കർത്താവിന്റെ സ്വന്തം ജനമാണ്. ഇന്നത്തെ ഇസ്രായേൽ ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. കണ്ടോ, ദൈവത്തിന്റെ വചനം പറയാ, കർത്താവ് തന്റെ ജനത്തിലേക്ക് നോക്കിയപ്പോൾ തിന്മ കണ്ടില്ല. മക്കളെ, തീരുമാനമെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, തീരുമാനമെടുക്കണം. കർത്താവിനെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ദൈവവചനത്തിന് വിരുദ്ധമായ, നമ്മുടെ കർത്താവിന് യോഗ്യമല്ലാത്ത സകല തിന്മകളിൽ നിന്നും ദുഷിപ്പുകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ജഡീക ബന്ധനങ്ങളിൽ നിന്ന് സുഖലോലുപതയിൽ നിന്ന് വിട്ടകന്ന് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, കർത്താവിന്റെ കരം പിടിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ഈ പുതുവർഷത്തിൽ നീ തീരുമാനമെടുക്ക. ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റില്ല. ആരെങ്കിലും നിന്നെ തോണ്ടിക്കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്നിൽ വേണ്ട വിധം ദൈവശക്തി ഇല്ലാഞ്ഞിട്ടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ളവരെ കാട്ടുപോത്തിന്റെ ബലമുള്ളവരാ. അവരെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. കാട്ടുപോത്തിന്റെ ബലം പോയിട്ട് ഈ നാട്ടിൻകുട്ടിയുടെ ബലം പലർക്കും ഇല്ലാത്തത് എന്താ കാരണം? കർത്താവ് കൂടെയുണ്ടോ നീ പരിശോധിക്കണം. നീ നിനക്ക് തോന്നിയതുപോലെ ജീവിക്കരുത്, നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കരുത്. നീ ലോകത്തിന്റെ ജഡമോഹങ്ങളിലേക്ക് പോകരുത്. വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, നല്ല കാര്യം. പക്ഷെ നിന്റെ ജീവിതത്തെ നീ സത്യവചനത്തിനായി സമർപ്പിക്കണം. നിന്റെ ജീവിതം
ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതമായിരിക്കണം. അപ്രകാരമുള്ള ജീവിതങ്ങൾക്ക് കാട്ടുപോത്തിന്റെ ബലമുണ്ടാകൂ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കൂ. ഹല്ലേലൂയ. അവരിൽ അസാധാരണമായ അഭിഷേകം വ്യാപരിക്കൂ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് വേണ്ടത് ഈ ഒരു അനോയിന്റിംഗ് ആണ്, ഈ ഒരു അനോയിന്റിംഗ് ആണ്, ഈ ഒരു അഭിഷേകമാണ്. കർത്താവ് നോക്കിയപ്പോൾ തന്നെ ജനത്തിൽ എന്ത് കണ്ടില്ല? തിന്മ കണ്ടില്ല, ദുഷ്ടത കണ്ടില്ല, പാപം കണ്ടില്ല, അശുദ്ധി കണ്ടില്ല, ജഡീകത കണ്ടില്ല, ലൗകികത കണ്ടില്ല. കേട്ടോ, അതുകൊണ്ട് ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. ഉറക്കെ പറഞ്ഞ്, ദൈവമായ കർത്താവ് അവരോട് കൂടെയുള്ളതിനാൽ അവർക്ക് എന്തുണ്ട്? കാട്ടുപോത്തിന്റെ ഫലമുണ്ട്. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ ഈ അഭിഷേകം നിങ്ങൾ പ്രാപിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പ്രാപിക്കണം, നമ്മുടെ തലമുറകൾ പ്രാപിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് ഒരിക്കൽ കൂടെ പറ, കാട്ടുപോത്തിന്റെ ബലത്തിന്റെ അഭിഷേകം. പറഞ്ഞേ, കാട്ടുപോത്തിന്റെ ബലമുള്ള അഭിഷേകം. അത് ഒരു എക്സ്ട്രാ പവറാണ്. ഒരു സാധാരണ അനോയിന്റിംഗ് അല്ല, ഒരു നോർമൽ അനോയിന്റിംഗ് അല്ല, അതൊരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിംഗ് ആണ്. ഒരു അസാധാരണമായ അഭിഷേകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ള കുടുംബങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. കർത്താവ് കൂടെയുള്ള ജീവിതങ്ങളെ നശിപ്പിക്കാൻ സാധിക്കില്ല. കർത്താവ് കൂടെയുള്ള കൂട്ടായ്മകളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. കർത്താവ് കൂടെയുള്ള മിനിസ്ട്രികളെ പൊളിപ്പിച്ച് കളയാൻ സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. അവിടെ കർത്താവിന്റെ ആത്മാവുണ്ട്, അവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, അവിടെ കർത്താവിന്റെ ശക്തമായ കരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവ് കൂടെയുള്ളവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, അവർ വ്യത്യസ്തരാണ്. അവർ ഡിഫറെന്റ്, അവർ വ്യത്യസ്തരാണ്. കർത്താവ് കൂടെയുള്ളവരെ വ്യത്യസ്തരാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം, അവിടെ 16-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. 33-14 ആദ്യം വായിച്ചു. പുറപ്പാട് 33-14 കർത്താവ് മോശ പ്രവാചകനോട് പറയുന്ന മനോഹരമായ വാക്കുകളാണ്. എന്താണ് മോശയ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനം? കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ വരും, നിനക്ക് ഞാൻ ആശ്വാസം തരും. കണ്ടോ, എത്ര സ്നേഹമുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ നിന്റെ കുടുംബത്തിലേക്ക് വരും, ഞാൻ നിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകും. ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തിലേക്ക് ഞാൻ വരും, നിന്റെ കുടുംബത്തെ ഞാൻ അഭിഷേകം ചെയ്യും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ നിന്റെ ജോലി സ്ഥലത്തേക്ക് വരും, ഞാൻ നിന്റെ ബിസിനസ് ശാലയിലേക്ക് വരും, ഞാൻ നിന്റെ പ്രവർത്തന മേഖലകളിലേക്ക് വരും. ഞാൻ നിനക്ക് ആശ്വാസം തരും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ തന്നെ കൂടെ വരും. കണ്ടോ, ഇനി 16-ാമത്തെ വചനത്തിൽ അപ്പൊ മോശ കർത്താവിനോട് പറഞ്ഞു. എന്താ മോശ കർത്താവിനോട് പറഞ്ഞത്? അങ്ങ് പോരുന്നില്ലെങ്കിൽ, കർത്താവേ അങ്ങ് പോരുന്നില്ലെങ്കിൽ, അങ്ങ് എന്നിലും, കണ്ടോ, കർത്താവേ അങ്ങ് പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെ നിന്ന് പറഞ്ഞയക്കരുത്. എന്നിട്ട് മോശ പ്രവാചകൻ പറയാണ്, കർത്താവേ എന്താ പറയുന്നത് അവസാനം? അങ്ങയുടെ ജനവും, കണ്ടോ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. എല്ലാ ജനതകളിൽ നിന്നും കർത്താവ് കൂടെയുള്ളവര് മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. ഒന്നും കൂടി അത് ഉറക്കെ പറ, ഇടിമുഴക ശക്തിയോടെ പറ. അവർ വ്യത്യസ്തരായിരിക്കും. കർത്താവ് കൂടെയുള്ളവർ എങ്ങനെയുള്ളവരാണ്?
വ്യത്യസ്ത ഡിഫറെന്റ്. കണ്ടു, ലോകം പോണത് പോലെയല്ല അവൻ പോണത്. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല അവൾ ചിന്തിക്കുന്നത്. ലോകത്തിന്റെ വഴികളല്ല അവരുടെ വഴികള്. ലോകത്തിന്റെ മോഹങ്ങളല്ല അവരുടെ ചിന്തകള്. ശ്രദ്ധിക്കണം, അവർ വ്യത്യസ്തരാണ്. ശ്രദ്ധിച്ചത് നിങ്ങൾ? നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലല്ല. നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ആഹാര രീതിയല്ല. നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഡ്രസ് കോഡല്ല. നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളല്ല, ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല സഹോദരൻ. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്, അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ അഭിഷേകമാണ് നമ്മൾ വ്യത്യസ്തരാക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരാക്കുന്നു പറയാൻ എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് അങ്ങനെ കൃത്യമായൊരു ജീവിതം, ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷി ജീവിതം നമുക്കുണ്ടാകണം. നമ്മൾ ഈ ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനുള്ളവരല്ല. ഈ ലോകം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനുള്ളവരല്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ ജഡീകതകൾക്കനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. നമ്മൾ കർത്താവിൻ്റെ വചനമുള്ളവരാണ്. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതിനാൽ നമുക്ക് കൃത്യമായ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമുണ്ടാകണം. നിനക്കൊരു ജീവിതം ഉണ്ടാകണം. യഥാർത്ഥ ഒരു ജീവിതം, തോന്നിയത് പോലുള്ള ജീവിതമല്ല, കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതം. ആത്മാവിലുള്ള ജീവിതം, ദൈവവചനത്തിലുള്ള ജീവിതം. ആ ജീവിതമാണ് നിന്നെ വ്യത്യസ്തനാക്കുന്നത്, നിന്നെ വ്യത്യസ്തയാക്കുന്നത്. നിന്നെ കാണുന്നവർ പറയും, ഇവന് ഡിഫറെന്റ് ആട്ടോ. ഇദ്ദേഹത്തിൽ ആത്മാവുണ്ട്, ഇവനിൽ അഭിഷേകമുണ്ട്, ഇവനിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ലോകം പറയുമാറ്. നീ വ്യത്യസ്തനായിരിക്കും. നിന്നെ വ്യത്യസ്തനാക്കുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. നിന്റെ കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു ജീവിതം ഉണ്ടാകണം. ജീവിതം എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു യഥാർത്ഥ വിശ്വാസത്തിന്റെ ജീവിതം. ഈ ഒരു ജീവിതം, ഇതാണ് കർത്താവ് കൂടെയുള്ളവരുടെ വളരെ വലിയ പ്രത്യേകത എന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം പറയാണ്. ഇരുകരങ്ങളിൽ തിരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. നമുക്കൊരു ജീവിതം ഉണ്ടാകണം. ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട വ്യക്തികളാണ് നമ്മൾ പുതിയ സൃഷ്ടികളാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരാണ്. നമ്മൾ ദൈവത്തിന്റെ വചനമുള്ളവരാണ്. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. നമ്മൾ കർത്താവിന്റെ രക്തത്തിന്റെ മുദ്രയുള്ളവരാണ്. ആ ഒരു ജീവിതം വേണം നീ നയിക്കാനായിട്ട്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കാണുന്നവര് കർത്താവിലേക്ക് ആകർഷിക്കപ്പെടണം സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങളെ കാണുന്നവർക്ക് കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റണം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 5:14 പറയുന്നത്. Acts 5:14 എന്താ വചനം പഠിപ്പിക്കുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അപ്പോസ്തല പ്രവൃത്തി 5:14. കർത്താവിൽ വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് അവൾ രോഗികളെ തെരുവീഥികളിൽ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, 13-ാമത്തെ 5:13 വായിച്ച് എന്താ പറയാ? 5:13 മറ്റുള്ളവര് ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. ശ്രദ്ധിക്കണം, ധൈര്യപ്പെട്ടില്ല. ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ്. ആ സമൂഹത്തിലേക്ക് ചേരാൻ ആരും ധൈര്യപ്പെട്ടില്ല. എന്താ കാരണം? അവരുടെ ജീവിതം അതുപോലെയായിരുന്നു. വിശുദ്ധിയും വേർപാടും സ്വീകരിച്ചവരെ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരെ, ദൈവവചനത്തിൽ ജീവിതം സമർപ്പിച്ചവരെ, അപ്രകാരം ഒരു ജീവിതം കണ്ടപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു. ഇതെന്തു മനുഷ്യരാ! ഇതെന്തോന്ന് ജീവിതമാ! ഇതെന്തൊരു ജീവിതമാ! അല്ലാതെ എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അഴകുഴപ്പൻ ജീവിതമല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അത് കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവിതമാണ്. അത് വചനത്തിലുള്ളൊരു ജീവിതമാണ്. അത് പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതം. നമുക്കൊരു ജീവിതം ഉണ്ടാവണം സഹോദരങ്ങളെ.
ജീവിതം ഉണ്ടാവണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നമുക്കൊരു ജീവിതം ഉണ്ടാവണം. പറഞ്ഞ ഒരു ജീവിതം, ഈ ബാഹ്യമായ ജീവിതമല്ല പറയുന്നത്, കർത്താവിനോട് ചേർന്ന് കൊണ്ടുള്ളൊരു ജീവിതം, ദൈവവചനത്തിലുള്ളൊരു ജീവിതം. അപ്പോൾ നീ ശക്തി പ്രാപിക്കും, വളർച്ചയുണ്ടാകും. നിന്റെ മുൻപിൽ തുറക്കാത്ത വഴികള് തുറക്കപ്പെടും. അസാധ്യതകൾ നിന്റെ മുൻപിൽ സാധ്യതകളായി മാറും. മലകള് വഴികളായി തീരും. ഒരു ഹല്ലേലൂയ വെറുതെ. എപ്പോഴാ? നീ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, നീ വചനത്തിൽ ജീവിക്കുമ്പോൾ, നീ ആത്മാവിൽ ജീവിക്കുമ്പോൾ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഈ കൂടാരം വിട്ട് പുറത്തു പോകുമ്പോൾ നിനക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു. അതല്ല കർത്താവിനോടുള്ള ചേർന്നുള്ള ജീവിതം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 നിന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിനെ നിർത്തുക. നിന്റെ കുടുംബത്തിൽ കർത്താവിനെ കൂടെ നിർത്തുക. നിന്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവിനെ കൂടെ നിർത്തുക. നിന്റെ വ്യാപാരങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്തുക. നിന്റെ തൊഴിൽ മേഖലകളിൽ കർത്താവിനെ കൂടെ നിർത്തുക. നിന്റെ ബിസിനസ് മണ്ഡലങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്തുക. കർത്താവിനെ കൂടെ നിർത്തുക. കർത്താവിനെ കൂടെ നിർത്തുക. കർത്താവിനോട് ചേർന്നൊരു ജീവിതം, കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അവർ ശക്തരാണ്, അവർ വ്യത്യസ്തരാണ്, അവർ അനുഗ്രഹീതരാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരൊറ്റ വചനം കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, കൂടെ കർത്താവിനെ നിർത്തണം. ഈ 2026 ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ തീരുമാനമെടുക്കണം. കൂടെ കർത്താവിനെ നിർത്തണം, കൂടെ കർത്താവിനെ നിർത്തണം. എൻ്റെ കൂടെ ഈ ആരുമില്ലെങ്കിലും എൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് വരുത്തി നീ ജീവിക്കണം. അതിൽ ജാഗ്രതയുള്ളവരാകണം, സൂക്ഷ്മതയുള്ളവളാകണം. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ളവരുടെ മറ്റൊരു വലിയൊരു പ്രത്യേകത, അവർ അനുഗ്രഹീതരാണ്, അവർ ബ്ലെസ്സഡ് ആണ്, അവർ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ളവർ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ള കൂട്ടായ്മകൾ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ള തലമുറകൾ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ള മിനിസ്ട്രികൾ അനുഗ്രഹീതരാണ്, അനുഗ്രഹീതമാണ്, ബ്ലെസ്സഡ് ആണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 39:2 പരിശുദ്ധ വചനം പറയുന്നു. ഉൽപ്പത്തി 39:2 എന്താ വചനം പറയുന്നത്? കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ജോസഫിന് അഭിവൃദ്ധി ഉണ്ടായി, ശ്രേയസ് ഉണ്ടായി. എല്ലാ കാര്യങ്ങളിലും അവന് അനുഗ്രഹം ഉണ്ടായി, അവന് വളർച്ചയുണ്ടായി. അവനിൽ എല്ലാ കാര്യങ്ങളിലും കർത്താവ് അവനെ അനുഗ്രഹിച്ചു കൊണ്ടു. ശ്രേയസ് ഉണ്ടായി, പുരോഗതി ഉണ്ടായി, അഭിവൃദ്ധി ഉണ്ടായി. എന്താ കാരണം? ജോസഫിന്റെ കഴിവല്ല, അവന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. കൂടെ കർത്താവ് ഉണ്ടായി. ഒരു ചോദ്യം ചോദിച്ച്, നിന്റെ കൂടെ കർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ച്. എന്നെ നോക്കിയിട്ടാ ചിലർ ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. അടുത്തിരിക്കുന്ന ആളോട് നിന്റെ കൂടെ കർത്താവ് ഉണ്ടോ? നിന്റെ കൂടെ കർത്താവ് ഉണ്ടോ? നിന്റെ കൂടെ കർത്താവ് ഉണ്ടോ? നീ കർത്താവിൻ്റെ കൂടെയാണോ? ശരിക്കും നീ കർത്താവിൻ്റെ കൂടെയാണോ? നീ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ നിനക്ക് പലതും ഉപേക്ഷിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പലതും നീ ഉപേക്ഷിക്കേണ്ടി വരും, പലതും നീ നഷ്ടപ്പെടുത്തേണ്ടി വരും. കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അത്ര ഈസി അല്ലാട്ടോ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കസാരയിലിരുന്ന് ചൂട് കാപ്പിയും ചൂട് ചായയും കുടിക്കുന്ന പോലെ രസമുള്ളൊരു പരിപാടിയല്ല കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം. പലതും നിനക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും, പലതും നീ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ കർത്താവ് അതിനെ മാനിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും. കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. അവനെല്ലാ കാര്യങ്ങളിലും എന്തുണ്ടായി? ശ്രേയസ്സുണ്ടായി, അഭിവൃദ്ധി ഉണ്ടായി, ശ്രേയസ്സുണ്ടായി, പുരോഗതി ഉണ്ടായി, വളർച്ചയുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകം നമുക്ക് സ്വീകരിക്കും. 2026
ഈ പുതുവർഷത്തിൻ്റെ 2-ാം ദിനത്തിലാണ് നിങ്ങൾ തീരുമാനമെടുക്കുക, കർത്താവേ ഞാൻ എന്നെ നിൻ്റെ കൂടെ നിർത്തുന്നു. നമ്മുടെ കൂടെ എപ്പോഴും കർത്താവിനെ നമ്മൾ നിർത്തണം സഹോദരങ്ങൾ, കൂടെ എപ്പോഴും കർത്താവിനെ നിർത്തുക. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ കുടുംബത്തോടു കൂടെ കർത്താവിനെ നിർത്തണം. കർത്താവില്ലാത്ത ഒരു ആഘോഷവും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ട. കർത്താവില്ലാത്ത ഒരു സന്തോഷവും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ട. കർത്താവില്ലാത്ത ഒരു ആർഭാടവും ഒരു വിധത്തിലുള്ള സന്തോഷങ്ങളും യാതൊരു വിധത്തിലുള്ള ലോകത്തിൻ്റെ അടിപൊളികൾ ഒന്നും വേണ്ട. കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനെല്ലാം ഉണ്ട്. ആ ഒരു തീരുമാനമെടുത്ത് എല്ലാവരും നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നത്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കർത്താവെ സ്തുതിക്കുന്നു. കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് സഹോദരിമാരുടെ കരങ്ങൾ കോർത്തു പിടിക്കുക. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കർത്താവേ, ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിനോട് കൂടെ എപ്പോഴും അങ്ങേ നിർത്തുവാൻ, കർത്താവെ അങ്ങയെ കൂടെ നിർത്തുവാൻ, ഞങ്ങളുടെ കുടുംബത്തോടു കൂടെ കർത്താവെ അങ്ങയെ നിർത്തുവാൻ, ഞങ്ങളുടെ മക്കളോടുകൂടെ, ഞങ്ങളുടെ ഉദ്യമങ്ങളോടുകൂടെ, ഞങ്ങളുടെ അധ്വാനങ്ങളോടുകൂടെ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളോടുകൂടെ, ഞങ്ങളുടെ ബിസിനസ് മണ്ഡലങ്ങള്, ശുശ്രൂഷ തലങ്ങളോടുകൂടെ കർത്താവെ അങ്ങ് നിർത്തുവാൻ കൃപ തരണമേ. കരങ്ങൾ കോർത്തു പിടിച്ച് നിങ്ങൾ ഒരു കർത്താവിനെ നാമം വിളിക്കും. ഒരു വ്യക്തി മറ്റേ വ്യക്തിയിലേക്ക് അഭിഷേകം കൊടുക്കട്ടെ. കർത്താവിനെ യോജിക്കാത്ത, കർത്താവിനെ ചേരാത്ത, കർത്താവിനെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ദൈവത്തിന് വിരുദ്ധമായ സകല ജീവിത ശൈലികള്, പ്രവർത്തന മേഖലകള്, ജഡീകതകള്, ലൗകികതകള് വിട്ടുപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, കർത്താവിന്റെ കരം പിടിച്ച് ജീവിക്കുവാൻ, കർത്താവിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ, ദൈവവചനത്തിൽ ജീവിക്കുവാൻ തീരുമാനമെടുത്ത് ഒന്നിച്ചു വിളിക്കുന്നു യേശുവേ. വിളിച്ച് പ്രാർത്ഥിക്കൂ. ഈശോ ശക്തിയോടെ വിളിച്ച് അഭിഷേകം ഒഴുകുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് അഭിഷേകം ഇറങ്ങുന്ന സമയം. കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു യേശുവേ. ഈശോ കർത്താവേ, സ്തുതിക്കുന്നു. ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഉണർവോടെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ കോർത്ത് പിടിച്ച കരങ്ങൾ താഴ്ത്തിപ്പിടിച്ച് നിങ്ങളെല്ലാവരും നോക്കി പുഞ്ചിരിച്ച് ആ കരങ്ങൾ കോർത്ത് പിടിച്ച് തന്നെ ഇടന്ന് മറന്നു നിൽക്കുന്ന വ്യക്തി നോക്കി പുഞ്ചിരിച്ച്, ആ പുറകോട്ട് സൈഡിലോട്ടൊക്കെ നോക്കി പുഞ്ചിരി, കൃപയോടെ പുഞ്ചിരി. കർത്താവ് കൂടെയുള്ളവർ അനുഗ്രഹീതരാണ്. കർത്താവ് കൂടെയുള്ളവർ അഭിഷേകമുള്ളവരാണ്. കർത്താവ് കൂടെയുള്ളവർ വ്യത്യസ്തരാണ്. കർത്താവ് കൂടെയുള്ളവർ ആത്മാവിൽ വളരുന്നവരാണ്, കൃപയിൽ വളരുന്നവരാണ്, വചനത്തിൽ വളരുന്നവരാണ്, ആരാധനയിൽ വളരുന്നവരാണ്. എല്ലാവരെയും നോക്കി ആമേൻ. ദൈവം കൂടെയുള്ളതിന നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുണ്ടല്ലോ, കരമതിൽ നടച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിന നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമത് കൂടെയുണ്ടല്ലോ, കരമതിലവൻ കരുതുന്ന ദൈവം കൂടെയുള്ളതിന നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരബലം കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുന്ന ദൈവം കൂടെയുള്ളതിന നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. ഈ പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, കരുതുന്ന ദൈവം കൂടെയുള്ളതിന നാളെയോർത്തു നീ ഭയപ്പെടേണ്ട.
കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ കരബലം കൂടെയുണ്ടല്ലോ, കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ കരബലം കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ കരബലം കൂടെയുള്ളല്ലോ, വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. ഇരുകരമുയർത്തിരൊറ്റ വിളി യേശുവേ. ഈ പുതുവർഷത്തിൽ ആവശ്യമായ അഭിഷേകം, ഒരു പുതിയ കൃപ, ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം, അസാധാരണമായ അഭിഷേകം, അതിസ്വാഭാവിക കൃപകൾ ഈ ജനത്തിന്റെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ, ആവശ്യത്തിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. റിലീസ് കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന
ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പുതുവർഷത്തിൽ 2026 അഭിഷേകം കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരുകയായിരുന്നു. ഈ അഭിഷേക സമൃദ്ധിയിൽ നിറഞ്ഞ് എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്ത് നല്ലൊരു തീപ്പൊരി കൈയടി കൊടുക്കുന്നു. താങ്ക് യു ജീസസ്.